അപ്പോൾ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താട്ടോ. ഇന്നൊരു 6:30 ഇറങ്ങിയപ്പോൾ 6 മണി 6:30 ആകുമ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ ഒരു എയർപോർട്ട് ട്രിപ്പ് അടിച്ചു. എയർപോർട്ട് ട്രിപ്പ് അടിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് 2 3 4 വേറെ ടോട്ടൽ നമുക്ക് 4 ട്രിപ്പ് അടിച്ചിട്ടോ. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 1294 രൂപ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് മാറ്റി. ഇപ്പോൾ സെലേരിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സെലേരിയോ ഇപ്പോൾ നിലവിൽ റെൻറ്റിനാണ് ഓടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വണ്ടി എടുക്കും. ഒരു പൈസ പറഞ്ഞിട്ടുണ്ട്, റെഡി ആവുകയാണെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ കുറച്ച് വർക്കുകൾ ഉണ്ട് ഇതിൽ പെൻഡിങ്. അപ്പോൾ റെഡി ആവുകയാണെങ്കിൽ സ്വന്തമായിട്ട് എടുക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ 4 ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മളെന്തായി ഊബർ സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊന്നും ആരും ഓടിയിട്ടില്ല. അപ്പോൾ ഞാനും അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ ഓടാനൊന്നും പറ്റിയിട്ടില്ല, ഓടിയിട്ടില്ല കേട്ടോ. അപ്പോൾ തെളിവാണല്ലോ, തെളിവാണല്ലോ എല്ലാത്തിനും. ഇതാട്ടോ, ഇന്നലെ 9-ാം തീയതി മൺഡേ ഓടിയിട്ടില്ല. ഇന്നത്തെ ട്രിപ്പ് ഇത് കണ്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സമരത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ ഇതിവിടെ സമർപ്പിക്കുകയാണ്. ഇതാണ് അതിന് കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും ദയനീയമാണ് എന്താണ് ഊബർ ടാക്സിക്കാരുടെ അവസ്ഥ. നമ്മളിപ്പോൾ മുന്നേ പോസിറ്റീവായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് വീഡിയോ ആയിട്ട് കാണുക. പോസിറ്റീവ് വീഡിയോ ഇട്ടിട്ട് കുറേ ആൾക്കാർ നമ്മളെ തെറി പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ആയിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് ഞാനിപ്പോൾ എന്തിനാണ് ഇന്നലെ സമരം ചെയ്തതെന്നുള്ള ഒരു തെളിവ് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഇതാ, നമ്മളെ ഊബറിൽ ബുക്ക് ചെയ്യണ ആപ്പാണ് കേട്ടോ. ഇനി ഊബർ നമ്മൾ ബാൻ ചെയ്യുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്കൊരു ഇത് അടിക്കാം. കളമശ്ശേരിക്ക് നിലവിലുള്ള ലൊക്കേഷൻ ഇത് കണ്ടോളൂ. ഊബർ ഗോ, അതായത് നമ്മളെ കാറിന് കിട്ടുന്ന റേറ്റാണ് 329 രൂപ. മിനിറ്റ് കണ്ടോ, 329 രൂപയാണ് നമ്മളെ കാറിന് കിട്ടുന്നത്. അതേസമയം ഓട്ടോയ്ക്ക് കിട്ടണതോ 358 രൂപ, 346 രൂപ. ഇതാണ് അവസ്ഥ. അപ്പോൾ അതായത് നമ്മൾ AC ഇടും വേണം, ഇത്രയും ദൂരം പോകണം, കാറാണ്. ഓട്ടോനെക്കാട്ടിയും ഫെയർ കുറവാണ് നമ്മളെ കാറിനുള്ളത്. അപ്പോൾ അതാണ് ഇന്നലെ സമരം ചെയ്യാൻ കാരണം. അപ്പോൾ ഇന്നലെ സമരം ചെയ്യാൻ നമ്മൾ സമരം എന്നല്ല, മാർച്ച് സമരം തന്നെ. അപ്പോൾ അതിന് ഇന്നലെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ വണ്ടി ഒന്ന് എടുക്കാൻ വേണ്ടി പോകാൻ ഉള്ളത് കൊണ്ട്, വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഇന്നലെ ഇതിന് പോയി. അപ്പോൾ വൈകുന്നേരം 4 മണിക്കാണ് ഫ്രീ ആയത്. അപ്പോൾ എന്തായാലും നമ്മൾ സമരങ്ങളുടെ സപ്പോർട്ടാണ്, പരമാവധി സപ്പോർട്ട് ചെയ്യുക. എല്ലാം നമ്മളെ എന്താ പറയുക, നല്ലതിന് വേണ്ടിയാവട്ടെ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് യാഥാർത്ഥ്യം. പലർക്കും പല ഡൗട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ നിലവിൽ ഊബറിലുള്ള ഒരു പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം ഊബറിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രമല്ല, അതിൽ നെഗറ്റീവ് ഉണ്ടാവും. ഏതൊരു കാര്യമായാലും അതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവില്ല, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയും ഫെയർ കുറച്ചിട്ടാണ് ഓടുന്നത്, ഓട്ടോനെക്കാട്ടും ഫെയർ കുറച്ചിട്ടാണ് നമ്മൾ ഇപ്പം നിലവിൽ നമുക്കിത് ഓടുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഊബറിലേക്ക് വരിക, അത്രേ പറയാനുള്ളൂ. പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവുകളും ഉണ്ട്. അതിപ്പോൾ എല്ലാ കാര്യമായാലും അങ്ങനെ തന്നെയല്ലേ. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ പുറകോട്ട് പോകരുത്, അത്ര തന്നെ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ആലുവ ഭാഗത്താട്ടോ 4 ട്രിപ്പ് അടിച്ചിരുന്നു. അപ്പോൾ അതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോർണിംഗിൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഏണിങ് ഉണ്ടാക്കാം. അപ്പോൾ ഗുഡ് ബൈ, അത്രേ ഉള്ളൂ.